ബീനക്ക് നൈറ്റി ഡിസൈനാണ് ചെയ്യുന്നത്. അതിന്റെ ബി പോലെ ഒരു കട്ടിംഗ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റിച്ച് ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. തിരിച്ച് പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് ഇതുപോലെ മടക്കിയിട്ട് ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലേസ് വെച്ച് ഇതുപോലെ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ താഴോട്ട് ഇങ്ങനെ വന്ന് ഇതുപോലെ മേളിലോട്ട് വരുന്ന സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ നെക്കിന്റെ കട്ട് പീസ് സ്റ്റിച്ച് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ലേസ് ഇതിന്റെ മുകളിൽ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇതുപോലെ സെന്ററിലൂടെ ഇപ്പം നമ്മൾ നൈറ്റി വി നെക്ക് നൈറ്റി ഡിസൈൻ ചെയ്ത് ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പം സ്ലീവ് ക്രോസ് പീസിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ കളർ ഇതിൻ്റെ മോഡൽ തന്നെ മറ്റൊരു കളറും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണിക്കാം. മറ്റൊരു നെക്ക് ഡിസൈൻ കൂടിയാണ്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മറ്റൊരു കളറാണിത്. ഫുൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ്. അപ്പോൾ ലേസ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ എൻഡ് ഭാഗത്തൂടെ ഇങ്ങനെ സെൻറ്റർ വരെ വരിക. അതിനുശേഷം സെൻറ്ററിൽ കൂടെ നേരെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കുക. സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നീഡിൽസ് കുത്തിവെച്ചതിന് ശേഷം താഴോട്ട് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരിക. അതായത് ഇതുപോലെ ഇങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം അടുത്ത പോർഷൻ എടുത്ത് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലെ ഒരു കോൺ പോലെ ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇതുപോലെ ഇങ്ങനെ നേരെ ഇരിക്കുന്നത് ഇതുപോലെ ആക്കണം. ഇതുപോലെ ആക്കിയതിന് ശേഷം പിന്നെ ഈ പോർഷൻ എടുത്ത് നേരെ ഇങ്ങനെ ഇതുപോലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കോൺ പോലെ വരും. സെൻട്രൽ തന്നെ ആയിരിക്കണം വരുന്നത്. അത് നോക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് രണ്ടും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇതുപോലെ ആ ബിയുടെ ഭാഗത്ത് തന്നെ വന്നതിന് ശേഷം തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ആ ബിയുടെ ആ എൻഡ് ഭാഗമില്ലേ അവിടെ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലേസിന്റെ ഇനി സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് പിടിച്ച് വളഞ്ഞു പോകാതെ സ്ട്രെയിറ്റ് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്.
ഫ്രണ്ട് നമ്മൾ പോർഷൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുന്നതാണ്. നല്ല വശവും കൂടെ വെച്ചതിന് ശേഷം ബാക്ക് ഭാഗത്തിൻ്റെ ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ സെൻറ്ററിൽ കൊണ്ടുവയ്ക്കുക. അതിട്ട് ബാക്കിൻ്റെ ആ പോർഷൻ എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ രണ്ടും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ലീവ് ക്രോസ് പീസാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ കൊണ്ടുവന്ന് സ്ലീവിൻ്റെ സെൻറ്റർ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാർക്കിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി എൻഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നൈറ്റി വി നെക്ക് നൈറ്റി ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്.